തെറ്റായിട്ടുള്ള ജനങ്ങളെ കബളിപ്പിക്കുന്ന കണക്കുകളും വാക്കുകളും ഒരു ലബോറട്ടറി എന്ന സംവിധാനം കൊണ്ടുവന്ന് സഹിക്കുന്നില്ല സാർ. ആവശ്യക്കാരനാക്കിയ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് പട്ടിണിയാണ്. അല്ലെങ്കിൽ ജോലി ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കില്ല എന്ന് തെറ്റായിട്ടുള്ള ജനങ്ങളെ കബളിപ്പിക്കുന്ന കണക്കുകളും വാക്കുകളും നമ്മൾ ഇന്ന് കേൾക്കേണ്ടി. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ മര്യാദ കാണിച്ചതിന് ഇറങ്ങി പോയതിന് സത്യത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു കൗൺസിലർ എന്ന രീതിയിൽ LDF-നോട് ഞാൻ നന്ദി പറയുക. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ഈ ബഡ്ജറ്റ് ജനകീയ ബഡ്ജറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് മറ്റ് കുറ്റങ്ങളൊന്നും കാണിക്കാൻ കഴിയുന്നില്ല. അംഗീകരിക്കാൻ പറ്റുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. സ്കൂളുകളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണത്തിന് വർധനവ് വരുത്തിയത്, ഇത്രയും വിഭാഗങ്ങളിലേക്ക് ഹിന്ദുലാബ് കൊണ്ടുവന്നത്, അതുപോലെ തന്നെ അമൃത ഫാർമസി കൊണ്ടുവരുന്നത്, മുഴുവൻ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അടൽ ക്യാൻറ്റീൻ കൊണ്ടുവന്നത്, ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികളെ കുറിച്ചിട്ട് ഒന്നും പരാമർശിക്കാതില്ലാത്തത് കൊണ്ട് അവരുടെ രാഷ്ട്രീയ ജീവിതത്തോടുകൂടി അവർ നടത്തിയ ഈ പ്രസംഗങ്ങൾ, ഈ കണക്കിനെ സംബന്ധിച്ച് കൃത്യമായി ഡെപ്യൂട്ടി മേയർക്ക് മറുപടി പറയാനുണ്ട്, പറയാൻ ബാക്കിയുണ്ട്, പറഞ്ഞുകൊള്ളു. പക്ഷെ എന്തായാലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അംഗമെന്ന നിലയിൽ കൂടി ഞാൻ ഇതിനെ കുറിച്ച് ചില വാക്കുകൾ കൂട്ടിച്ചേർത്തതാണ് സാർ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം സാർ. ഈ ബഡ്ജറ്റിന് വേണ്ടിയിട്ട് നമ്മൾ 5 തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടിയിട്ടുണ്ട്. 5 തവണ. ഈ 5 തവണ കൂടുമ്പോഴും പലപ്പോഴായിട്ട് LDF-ന്റെ UDF-ന്റെ കൗൺസിലർമാർ അതിൽ വന്നിരുന്നു സാർ. അവരും ചർച്ചകളിൽ പങ്കെടുത്തതാണ്. ഈ പല ഹെഡുകളെ കുറിച്ചും നമ്മളോടൊപ്പം ചർച്ച ചെയ്തുകൊണ്ട് അവരുൾപ്പെടുന്ന തുകയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. 5ാമത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബഡ്ജറ്റ് പാസ്സാക്കുന്ന സമയത്ത് ഒരാൾക്ക് പോലും എതിർപ്പില്ലായിരുന്നു. സ്വാഭാവികമാണ്. അവിടെ എതിർത്തില്ല എന്ന് രാജി പറഞ്ഞു. രാജിമാർ പറഞ്ഞു ഞാൻ അതിനൊന്നും കഴിയുന്നില്ല, കാരണം അവിടെ എതിർക്കാതെ ഇവിടെ വന്ന് എതിർക്കാം, അതിനൊന്നും നമ്മളാരും ചോദ്യം ചെയ്യുന്നില്ല. കഴിഞ്ഞ തവണ അതൊക്കെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ബഡ്ജറ്റ് ഇത് ഏറ്റവും ജനകീയമായിട്ട് ഈ ഭരണസമിതി നിലവിൽ വന്ന 60 ദിവസത്തിനകത്ത് കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി നടത്തിയ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിനെ കുറിച്ചിട്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ട കണക്കുകളൊക്കെ തന്നെ അവരുടെ ഏതോ ഒരു മൂഢലോകത്ത് ഇരുന്നുകൊണ്ട് തയ്യാറാക്കി പറഞ്ഞ കണക്കുകളാണ് LDF UDF ഇവിടെ അവതരിപ്പിച്ചത്. അത് മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് പാസ്സാക്കുന്നതിന് വേണ്ട നടപടികളിലേക്ക് ബഹുമാനപ്പെട്ട മേയർ കടക്കണമെന്നാണ് കൗൺസിൽ അംഗം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ആ ഒരു പരാമർശം ഒഴിച്ചാൽ ഈ ബഡ്ജറ്റ് പൊതുവെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമല്ലേ. 100 വാർഡിൽ 50% നിരക്കിൽ ഡെപ്യൂട്ടി മേയർ പറയുകയാണ് ഇവിടെ മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടുന്നുണ്ട്. ഒരു നല്ലൊരു വർത്തമാനം ഞങ്ങളുടെ വാർഡിൽ ഒരു മെഡിക്കൽ സ്റ്റോർ കൗൺസിലറായിരുന്നപ്പോൾ കിട്ടി എന്ന് പറയാൻ, സാധാരണക്കാരനോട് പറയാൻ 5 വർഷം കഴിയുമ്പോൾ എവിടെ തന്നെ ഇവരുടെ പ്രകടന പത്രികയിൽ പറയും. ആ സാഹചര്യമാണ് സാർ അങ്ങയുടെ ഈ സഭയുടെ ഡെപ്യൂട്ടി മേയർ അവതരിപ്പിക്കപ്പെട്ടത്. ഇത് ലബോറട്ടറികളിൽ നേരം വെളുത്ത് ചെന്നിരിക്കുന്ന സാധാരണക്കാരൻ 1000, 500, 2000 രൂപ വരുമ്പോൾ അവർ ലബോറട്ടറി ടെസ്റ്റുകൾ നടത്തുവാൻ ഈ ബഡ്ജറ്റിൽ 2 വാർഡുകൾ ചേർന്ന് ഒരു ലബോറട്ടറി എന്ന സംവിധാനം കൊണ്ടുവന്ന് സാർ സഹിക്കുന്നില്ല സാർ. അപ്പോഴത്തേക്കാണ് നമ്മുടെ രാഗി, അദ്ദേഹം രാഗി എന്നാണ് പേര്, പക്ഷേ ഇവിടെ ആരോ കൈലി കെട്ടണ RSS-കാരാണ് രാഗി കെട്ടണമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഏതൊരു മാധ്യമ പ്രവർത്തകൻ ഇവിടെ കൈകാലം വെച്ച് നടക്കാൻ നിവർത്തിയില്ല, രാഗി കെട്ടിയവന്മാരെ കൊണ്ടുവന്നു. ഈ സഭയ്ക്കകത്താണ് സാർ പറഞ്ഞത്, പേര് രാഗി എന്നാണ്. അപ്പോ ഈ ബഡ്ജറ്റിൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പി പറഞ്ഞത് എങ്ങനെയാണ് സാർ? എവരെ കഴിഞ്ഞ പ്രാവശ്യത്തെ 5 വർഷത്തെ ബഡ്ജറ്റ് ഇവിടെ വന്നിരിക്കുന്ന എന്തോ നമ്മുടെ സ്വാമിനാഥൻ, അതേപോലെ തന്നെ SP ദീപകൊക്കെ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പുള്ള ബഡ്ജറ്റ് കൊണ്ട് പരിശോധിച്ച് നോക്കണം. എന്ത് പദ്ധതിയാണ് മാറ്റം വരുത്തിയത്? കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തിയിട്ടുള്ള പദ്ധതി ആവിഷ്കാരമല്ലാതെ എന്താണ് നടന്നിട്ടുള്ളത് സാർ? 2000 പേർക്ക് വീട് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴേ തുടങ്ങി. 2000 പേര് കണക്ക് കൂട്ടുന്നത് വോട്ടുകളാണ് സാർ.
2000 വീട്ടിൽ എത്രയായാലും വോട്ടുണ്ടെന്നാണ് ഇവർ എണ്ണുന്നത്. ഇവരെ എണ്ണ അത്രയും വോട്ടിലേക്കാണ് സാർ. നാം നോക്കുന്നത്, അന്ന് നോക്കുന്നത് പാവപ്പെട്ടവൻ തലചാരിക്കാനാണ് സാർ. ഇവർക്ക് അസംസ്കൃത ഉണ്ടാവും സാർ. ഇവിടെ 7 രൂപ ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് പ്രഭാത ഭക്ഷണത്തിന് കൊടുക്കാൻ വേണ്ടി വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്നു, മാറ്റമില്ല. അവിടെ 10 രൂപ ആശാനാഥ് അവതരിപ്പിച്ചപ്പോൾ ആശാനാഥ് ഈ ബഡ്ജറ്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നതാണ് ഇവിടെ ചോദിക്കുന്നത് സാർ. ആശാനാഥിന് അറിയാം, ഒരു എസ് വിഭാഗത്തിൽ പെട്ട് ജയിച്ചു വളർന്ന് ഇവിടെ 3 പ്രാവശ്യം കൗൺസിലറായി വന്ന ആശാനാഥിന് അറിയാം സാർ. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട്, പട്ടിണി അറിയാം സാർ. അതുകൊണ്ടാണ് ഇവിടെ ഡെപ്യൂട്ടി മേയർ 7 നിന്നും 10ലേക്ക് ആയി സാർ. സഹിക്കുന്നില്ല സാർ. സാർ അതുപോയി ഇവിടുത്തെ തൊഴിലാളി സ്നേഹം പറയുന്നുണ്ടല്ലോ. ഈ നഗരസഭ തൊഴിലാളികൾ മുഴുവനും അവരുടെ ശമ്പളത്തിൽ നിന്നും ഇവിടുത്തെ ട്രേഡ് യൂണിയൻ തമ്പുരാക്കന്മാർ ഒരു വർഷം 4000, 5000, 6000 രൂപ ഇവർ യൂണിയന്റെ പേരിൽ പിടിച്ചെടുക്കപ്പെടുമ്പോൾ അങ്ങയുടെ ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഈ നഗരസഭയിലെ ജീവനക്കാർക്കൊരു മാർജിൻ ഫ്രീ ക്യാൻറ്റീൻ തുടങ്ങാൻ പോകുന്നു പറയുമ്പോൾ അസഹിഷ്ണുതയുണ്ട് സാർ. ആ ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ച ആ ക്യാൻറ്റീൻ സംവിധാനം വരുമ്പോൾ ഇവിടുത്തെ മുൻ കൗൺസിലർമാർക്കും കൂടി ഈ ബഡ്ജറ്റിൽ പറയുന്നില്ലേ സാർ? മുൻ കൗൺസിലർമാർ ബിജെപിക്കാരാണ്. ഇവിടെ കൂടുതൽ ജീവിച്ചിരിക്കുന്നത് LDFിന്റെ കൗൺസിലർമാരല്ലേ? അവർക്കല്ലേ സാർ ഈ ആനുകൂല്യം കിട്ടുന്നത് സാർ? ഇവിടുത്തെ പെൻഷൻ പറ്റിപ്പോയ ഇവിടുത്തെ സാധാരണ തൊഴിലാളികൾക്കും അന്ന് പറയുന്നില്ലേ ഈ ബഡ്ജറ്റിൽ ഇവിടുത്തെ ക്യാൻറ്റീൻ സംവിധാനം വരുമ്പോൾ? അപ്പോഴാണ് പറയുന്നത്, SP ദീപക് പറയുന്നത് സമ്പന്നമായ ഒരു സംസ്ഥാന നഗരം സൃഷ്ടിച്ചത് ഞങ്ങളാണ്, കോർപ്പറേഷൻ സൃഷ്ടിച്ചത് ഞങ്ങളാണ്. അതുകൊണ്ടാണ് രാജീവ് രവികുമാർ പറയുന്നത് ഈ കേരളത്തിലെ മുഴുവൻ കോർപ്പറേഷൻ ജീവനക്കാർക്കും ഇവിടുന്ന് പെൻഷൻ കൊടുക്കണം. അന്ന് വന്നപ്പോൾ തീരുമാനമെടുത്തില്ലേ, ചർച്ച ചെയ്തില്ലേ? നഗരസഭയിൽ ഒരു ദിവസമെങ്കിലും, തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ദിവസമെങ്കിലും ജോലി ചെയ്തിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും പെൻഷൻ കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കില്ല എന്ന് ഗവൺമെന്റിനോട് അങ്ങ് പറയാൻ തയ്യാറായില്ലേ? ഇവിടുത്തെ ഉണ്ടാവുന്ന എല്ലാ ഇവിടുത്തെ നഗരവാസികൾക്കും ഈ നഗരവാസികൾക്ക് വേണ്ടി പണിയെടുത്ത സാധാരണ ശുചീകരണ തൊഴിലാളികൾ മുതൽ ഉള്ളവർക്ക് അങ്ങ് മാറ്റി വയ്ക്കപ്പെടുമ്പോൾ തൊഴിലാളി മേഖലയിലുള്ള മുഴുവൻ ആളുകളും ചർച്ച ചെയ്യപ്പെടുകയാണ് സാർ. ഈ ഇരട്ടത്താപ്പ് അസഹിഷ്ണുത. ഇവിടെ ഡെപ്യൂട്ടി മേയർ ഇവിടെ SP ദീപക് പറയുമ്പോൾ ഡെപ്യൂട്ടി മേയർ ഇരിക്കണം. AKG സെന്റർ അല്ല സാർ, ഇത് AKG സെന്റർ അല്ല. അവർ പറയുന്നത് കേട്ട് ഡെപ്യൂട്ടി മേയർ ഇരിക്കാൻ. അവിടെ അവർ പറയുന്നതാണെങ്കിൽ ഇവിടെ എഴുതി വായിക്കുമ്പോൾ അതിനോട് മറുപടി പറയുന്നത് എന്ന് പറയുന്നത് ഇത് വിളപ്പിശാലി പ്രവർത്തിക്കുന്ന EMS അക്കാദമിയാണ് സാർ. ഇത് കേരളത്തിലെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരവാസികൾ തന്നിട്ടുള്ള അംഗീകാരമാണ് സാർ. ഇവിടുത്തെ കെട്ട ബന്ധവും അഴിമതിയും സ്വജനപക്ഷവും ധിക്കാരവും ദാരിദ്ര്യത്തിനെതിരെ കൊടുത്തിട്ടുള്ള അംഗീകാരമാണ് സാർ. ഈ നഗരഭരണം BJP LDA നേതൃത്വത്തെ ഏൽപ്പിച്ചത് സാർ. അങ്ങയുടെ അതുകൊണ്ട് നമ്മുടെ ഡെപ്യൂട്ടി മേയർ അങ്ങയുടെ മേയറായിരിക്കുമ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെയും ചേർത്ത് പിടിച്ച്, ഇവിടുത്തെ 101 കൗൺസിലർമാരെയും ചേർത്ത് പിടിച്ച്, ഇവിടുത്തെ സാധാരണക്കാരനെ മുഴുവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇവിടെ ഇന്ത്യ രാജ്യത്ത് സമാനങ്ങളില്ലാത്ത ബഡ്ജറ്റായി മാറുന്നതിന് വേണ്ടി അവതരിപ്പിച്ച ഡെപ്യൂട്ടി മേയർ